പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. അപൂർണമായ ഒരു പകുതി ഉള്ള ഒരു സ്നേഹം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണതയുള്ളൊരു സ്നേഹമാണ്. ആദ്യ സ്നേഹം, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള ഒരാദ്യ സ്നേഹം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. കാലങ്ങൾ കടന്നപ്പോൾ നമുക്കെല്ലാവർക്കും പറ്റിയൊരു എന്താണ്? ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം പോയി. മടങ്ങി വരണം. ആ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഓരോ ദൈവമക്കളും മടങ്ങി വന്നേ പറ്റൂ. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടുകൂടെ കർത്താവിനെ സ്നേഹിക്കുവാൻ നമ്മൾ തുടങ്ങിയാൽ അവിടെ പറയുന്ന, നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വാക്കാണ് പറ്റിയിരിക്കുക എന്ന് പറയുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യോഹന്നാൻ എന്ന ശിഷ്യൻ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ ഹൃദയമിടിപ്പിനോട്, ആ ഹൃദയത്തോട്, ആ മനസ്സിനോട് ചേർന്നിരുന്ന ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. ശ്രദ്ധിക്കണം, യേശുവിൻ്റെ മാറോട് പറ്റിയിരുന്ന ആ മനുഷ്യനെ ദൈവം വിടുവിച്ച കാര്യങ്ങൾ ബൈബിളിൽ ഇല്ലെങ്കിലും ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ സകല ശിഷ്യന്മാരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ രക്തസാക്ഷികളായി അവരെല്ലാം മരിച്ചുപോയി. അന്നത്തെ റോമൻ ചക്രവർത്തി യോഹന്നാൻ അപ്പോസ്തലനെ പല രീതിയിലും കൊല്ലാൻ ശ്രമിച്ചു. ചരിത്രം പറയുന്നത് എങ്ങനെ നോക്കിയിട്ടും യോഹന്നാൻ അപ്പോസ്തലനെ കൊല്ലാൻ പറ്റുന്നില്ല. തിളച്ച എണ്ണയിൽ കൊണ്ടിട്ടെന്നാണ്. പച്ചവെള്ളത്തിൽ കിടക്കുന്ന പോലെ പുള്ളിക്കാരൻ അവിടെ കിടന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പൊ ഒരു വിധത്തിലും കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് പത്മോസ് എന്ന് പറയുന്ന, ഇന്ന് പത്മോസ് ഒരു വലിയ സിറ്റിയാണ്, അന്ന് കൊടും കാടായ ആ ദ്വീപിൽ, ഹിംസ്ര ജന്തുക്കൾ കൊണ്ട് നിറഞ്ഞിരുന്ന ആ ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ നാട് കടത്തി. അവിടെ കിടന്ന് വിശന്നെങ്കിലും ചാവട്ടെ, ഏതെങ്കിലും മൃഗം കടിച്ചു കീറി തിന്നട്ടെ എന്ന് വിചാരിച്ച് അവിടെ കൊണ്ടിട്ടു. അവിടെയും ആ മനുഷ്യൻ മരിച്ചില്ല. ആ പത്മോസിന്റെ നിശബ്ദതയിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രം വലങ്കൈ പിടിച്ചുകൊണ്ട് അതിമഹത്തായ തേജസ്സിൽ യോഹന്നാൻ അപ്പോസ്തലന്റെ മുമ്പിൽ യേശുക്രിസ്തു, സാക്ഷാൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ യോഹന്നാൻ അപ്പോസ്തലൻ അവസാനം ആ പത്മോസ് ദ്വീപിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു സാധാരണ മരണത്തിലൂടെ അദ്ദേഹം കടന്നുപോയെന്നാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണ്ടി രക്തസാക്ഷികളാകുക എന്നത് വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വലിയ കാര്യമാണ് കർത്താവിന് വേണ്ടി ജീവനോടെ ഇരുന്ന് പല പല കാര്യങ്ങൾ ചെയ്ത് സാധാരണ മരണം വരിക്കുക എന്നുള്ളതും വലിയ കാര്യമാണ്. രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട്
യോഹന്നാൻ അപ്പോസ്തലന് ഇത്രയും വലിയ പ്രതിസന്ധികളിൽ നിന്നും മരണങ്ങളിൽ നിന്നും യേശു ക്രിസ്തു ഇറങ്ങി വന്ന് കൂടെ ഇരുന്ന് അദ്ദേഹത്തിന് വിടുതൽ കൊടുത്തു? അതിന് കാരണം യേശുവിൻ്റെ മാറോട്, ഹൃദയ മിടിപ്പിനോട് പറ്റിയിരുന്ന, യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച മറ്റുള്ള അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും യേശുവിനെ സ്നേഹിച്ചിരുന്നു. അവരെല്ലാം പൂർണ്ണ ഹൃദയത്തോടെയാണ് യേശുവിനെ സ്നേഹിച്ചത്. പക്ഷേ അവരെക്കാളെല്ലാം അധികമായി യേശുവിനെ സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. ഈ വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ എന്നോട് പറ്റിയിരിക്കയാൽ, അവൻ എന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ വിഷയത്തിൽ നിന്നും, വിഷയങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ വിടുതൽ ലഭിക്കണമെങ്കിൽ വേറൊന്നും നമ്മൾ ചെയ്യണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, കർത്താവിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് യോഹന്നാൻ അപ്പോസ്തലനെ പോലെ കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിൻ്റെ കാര്യങ്ങളെ സ്നേഹിക്കുക, കർത്താവിൻ്റെ മാറോട് പറ്റിയിരിക്കുക. അങ്ങനെ ചെയ്താൽ നിശ്ചയമായി പറയട്ടെ, ദൈവത്തിൻ്റെ വിടുതൽ നമ്മളും കാണും, നമ്മളും അനുഭവിക്കും. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിടുതൽ കാണുന്ന അത്ഭുതകരമായ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് കർത്താവിനോട് പറ്റിയിരിക്കുക, കർത്താവിനെ സ്നേഹിക്കുക. അവർക്ക് വിടുതൽ ഉറപ്പാണ്.